പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ നമ്മുടെ മേൽ ദൈവകരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ പരിശുദ്ധമായ പൊന്നു തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൽ ഏറ്റവും വാത്സല്യമുള്ള ദൈവമക്കളെ, ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മശിഹായുടെ പരിശുദ്ധവും പരിപാവനവുമായ പാദപീഠത്തിൽ ചേർന്ന് വന്ന് മാറ്റമില്ലാത്തതും മാധുര്യമേറിയതുമായ അവിടുത്തെ സ്വർഗീയ ആലോചനകൾ കേൾപ്പാൻ നമുക്ക് ഭാഗ്യവും സന്ദർഭവും ഒരുക്കിത്തന്ന നല്ലവനായ കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് പാദപീഠത്തിലിരുന്ന് അവിടുത്തെ സ്വർഗീയ ആലോചനകൾക്ക് കാതുകൊടുക്കാം. ഇന്ന് നാം വീണ്ടും കർത്തൃസന്നിധിയിൽ ഒത്തുചേരുമ്പോൾ നമ്മുടെ ധ്യാനത്തിന് വിഷയമായി തീരേണ്ടതിന് വിശുദ്ധമുള്ള എബ്രായ ലേഖനത്തിലെ 12-ാം അധ്യായം 3 മുതൽ 13 വരെ തിരുവചനങ്ങൾ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ പാപികളാൽ തനിക്ക് നേരിട്ട ഇങ്ങനെയുള്ള വിരോധം സഹിച്ചവനെ ധ്യാനിച്ചു കൊള്ളുവിൻ. അവൻ സഹിച്ച വിരോധത്തെക്കുറിച്ച് മുൻപിൽ കുരിശിൽ അവനെ വരച്ചു കാട്ടി പറയുന്നുണ്ട്. പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ ഇതുവരെ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. മകനെ, കർത്താവിൻ്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ ശാസിക്കുമ്പോൾ മുഷികയുമരുത്. കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശിക്ഷിക്കുന്നു. താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട് സമ്മതിക്കുന്ന പ്രബോധനം നിങ്ങൾ മറന്നു കളഞ്ഞുവോ? നിങ്ങൾ ബാലശിക്ഷ സഹിച്ചാൽ ദൈവം മക്കളോട് എന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. അപ്പൻ ശിക്ഷിക്കാത്ത മകൻ എവിടെയുള്ളൂ? എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതെ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മക്കളല്ല, ജാരസന്തതികളത്രേ. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ലയോ? അവർ ശിക്ഷിച്ചത് കുറച്ചു കാലത്തേക്കും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവൻ്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി തന്നെ ശിക്ഷിക്കുന്നത്. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല, ദുഃഖകരം അത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർക്ക് നീതി എന്ന സമാധാന ഫലം ലഭിക്കും. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തുവീൻ. മുടന്തുള്ളത് ഉളുക്കിപ്പോകാതെ ഭേദമാകേണ്ടതിന് നിങ്ങളുടെ കാലിന് പാത നിരത്തുവീനെന്ന് വളരെ വലിയ ഒരാശ്വാസത്തിൻ്റെ സന്ദേശമാണ് ഈ വേദഭാഗത്ത് നമുക്ക് വേണ്ടി പങ്കുവച്ചിട്ടുള്ളത്. ഈ വേദഭാഗം പറയുന്നത് കഷ്ടത ഒരു വലിയ കുഴപ്പമല്ല. അതൊരു ജീവിതത്തിലെ ഒരു മനുഷ്യനെ ഏറ്റവും കൂടുതൽ തകർത്ത് കളയുന്നൊരു സംഗതിയല്ല. മറിച്ച് നമ്മുടെ ഗുണത്തിനു വേണ്ടി, നമ്മുടെ ഗുണീകരണത്തിനു വേണ്ടി ദൈവം നൽകുന്ന ബാലശിക്ഷയാണ് എന്നുള്ളതാണ്. നമുക്കറിയാം, മക്കളെ വളർത്തുന്ന മാതാപിതാക്കളെയും മക്കളുടെ ജീവിതത്തിൻ്റെ നന്മ മാത്രം കാക്ഷിക്കുന്നവരാണ്. നന്മ മാത്രം കാക്ഷിക്കുന്നത് കൊണ്ട് കുഞ്ഞുപ്രായം മുതൽ കുഞ്ഞുങ്ങൾ ചെയ്യുന്ന സകല തെറ്റുകൾക്കും അവർക്ക് ശാസനയോ ബാലശിക്ഷയോ കൊടുക്കുന്നത് സ്നേഹമുള്ള മാതാപിതാക്കളുടെ ശീലമാണ്. സ്നേഹിക്കുന്ന ഏത് പിതാവും മാതാവും തന്നെ മക്കളെ ശിക്ഷിക്കും, അതിന് തർക്കമൊന്നുമില്ല. ഈ ശിക്ഷ അവരുടെ ദോഷത്തിന് വേണ്ടിയുള്ളതല്ല, അവരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. പക്ഷേ ശിക്ഷ സ്വീകരിക്കുന്ന കുഞ്ഞ് അത് പലപ്പോഴും മനസ്സിലാക്കാറില്ല. മാതാപിതാക്കൾ പലതും നിഷേധിക്കുമ്പോൾ, പലപ്പോഴും ശാസിക്കുമ്പോൾ, പലതും വിലക്കുമ്പോൾ, പലതും കാണരുതെന്ന്, ചിലരോട് കൂട്ടുകൂടരുതെന്ന്, ചിലയിടങ്ങളിൽ പോകരുതെന്ന്, ചില സ്ഥലങ്ങൾ സന്ദർശിക്കരുതെന്ന്, ചിലത് കാണരുത്, ചിലത് കേൾക്കരുത് എന്ന് നിർബന്ധിക്കുമ്പോൾ തനിക്ക് ഏറ്റവും ആസ്വാദ്യകരമായ സംഗതികൾ പലതും തനിക്ക് നിഷേധിക്കുന്ന മാതാപിതാക്കളെ മക്കൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. കാരണം മക്കൾ വിചാരിക്കുന്നു ഈ മാതാപിതാക്കൾ എൻ്റെ ശത്രുക്കളാണ് എന്ന്. മാതാപിതാക്കളുടെ ഉള്ളിൽ എന്താണ്? മക്കളുടെ നന്മ മാത്രമാണ്. എൻ്റെ കുഞ്ഞ് വഴുതിപ്പോകരുത്, വഴിതെറ്റിപ്പോകരുത്, നശിച്ചു പോകരുത്, നാമാവശേഷമായി പോകരുത് എന്ന് ചിന്തിക്കുന്നത് കൊണ്ട് സമയാസമയങ്ങളിൽ മക്കളെ നിർബന്ധപൂർവ്വം നിയന്ത്രിക്കുന്നത് സ്നേഹമുള്ള മാതാപിതാക്കളുടെ ശീലമാണ്, കടമയാണ്, ഉത്തരവാദിത്വമാണ്.
പക്ഷെ മക്കളത് മനസ്സിലാക്കാതെ മാതാപിതാക്കളെ കുറ്റവാളികളെന്നോ നീചരെന്നോ ദുഷ്ടരെന്നോ വൃത്തികെട്ടവരെന്നോ മനസാക്ഷിയില്ലാത്തവരെന്നോ ഒക്കെ വിളിക്കുമ്പോൾ ആ മാതാപിതാക്കളുടെ മനസ്സ് വായിക്കുന്നതിൽ, അവരുടെ താല്പര്യം സംരക്ഷിക്കുന്നതിൽ മക്കൾ പരാജയപ്പെട്ടു എന്നേ വരുന്നുള്ളൂ. ദൈവവുമായിട്ടുള്ള ബന്ധത്തിലും ഇതൊക്കെ തന്നെയാണ് പലപ്പോഴും സംഭവിക്കുന്നത്. ഇന്ന് ഒരുപാട് പേർ കഷ്ടത്തിലാണ്, ഒരുപക്ഷെ രോഗശയ്യയിലാണ്. പ്രിയപ്പെട്ടവർ അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്ന് വൈദ്യശാസ്ത്രം ഉത്തരം പറയാത്തതുകൊണ്ട് നാളുകളായി പലരും ആഹാരം വെടിഞ്ഞ് സങ്കടപ്പെട്ട് കണ്ണുനീർ കയത്തിൽ മുങ്ങിത്താഴുകയാണ്. സ്വന്തം കുഞ്ഞിനെക്കുറിച്ച്, ഭർത്താവിനെക്കുറിച്ച്, ഭാര്യയെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആശങ്കപ്പെടുന്നവരുണ്ട്. ജീവിതത്തിൽ അടിക്കടി വന്ന് ഭവിക്കുന്ന അനർത്ഥങ്ങൾ, അപകടങ്ങൾ, ഭവനത്തിൽ നിരന്തരമായി ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ചില അകാല മരണങ്ങൾ, അതല്ലെങ്കിൽ ചില ആളുകൾക്ക് അപ്രതീക്ഷിതമായി വന്നു ഭവിച്ച ചില മാരക രോഗങ്ങൾ ആളുകളെ വല്ലാതെ തളർത്തി കളഞ്ഞിരിക്കുകയാണ്. വലിയ പ്രതീക്ഷയോടെ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് അടുത്ത കോഴ്സിന് അഡ്മിഷൻ എടുത്ത് ജോയിൻ ചെയ്യാൻ കാത്തിരുന്ന സമയത്താണ് ഒരു കുഞ്ഞിൻ്റെ കിഡ്നി രണ്ടും ഫെയിലിയറായി എന്ന് മെഡിക്കൽ സയൻസ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, വേറൊരാൾ വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കി ജോലിക്കുള്ള ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു, ജോലിക്ക് ഇൻ്റർവ്യൂ പാസ്സായി, ഉയർന്ന ശമ്പളത്തിൽ ജോലിക്ക് ഓഫർ ലെറ്റർ കിട്ടി. ജോയിൻ ചെയ്യാനായിട്ട് പോകുന്നതിന് മുമ്പ് മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയപ്പെട്ടപ്പോഴാണ് ക്യാൻസറാണെന്ന് ബോധ്യപ്പെട്ടത്. എല്ലാ പ്രതീക്ഷകളും തകർന്നു പോകുന്നിടത്ത് ആളുകൾ ഒടിഞ്ഞു മടങ്ങി വീഴുകയാണ്. പ്രിയപ്പെട്ടവരെ, സമാനമായി പറഞ്ഞു പോയാൽ എത്രയെത്ര സംഗതികൾ, എത്രയെത്ര സംഭവങ്ങൾ ഇതോട് ചേർത്ത് വയ്ക്കാനുണ്ട്. കുഞ്ഞുങ്ങളെ സന്ദർശിക്കാൻ വിദേശത്ത് പോകാൻ ഒരുങ്ങി മെഡിക്കൽ ചെക്കപ്പ് എടുത്തപ്പോഴാണ് ചില പിതാക്കന്മാർ, ചില മാതാക്കന്മാർ അവർക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത മാരകമായ ചില രോഗങ്ങളുണ്ടെന്ന് കണ്ടെത്തുന്നത്. പ്രിയപ്പെട്ടവരെ, അതുപോലെ വലിയ പ്രതീക്ഷയോടെ 10 വർഷം 15 വർഷം അധ്വാനിച്ചിട്ടൊരു വീട് പണിയാൻ ആരംഭിച്ച് അതിൻ്റെ സ്കെച്ചും പ്ലാനും വരച്ച് തറക്കല്ലുമിട്ടിട്ട് അനന്തര നടപടിക്ക് ക്രമീകരണം ചെയ്യുമ്പോഴാണ് പെട്ടെന്ന് മാരകരോഗമാണ് എന്ന് മനസ്സിലാക്കി വീട് പണിക്ക് വെച്ച പണം മുഴുവനും ആ വഴിക്ക് ചിലവഴിക്കേണ്ടി വന്നത്. നാളുകളായി മനസ്സിലിട്ട് രൂപപ്പെടുത്തിയ സ്വപ്നങ്ങൾ അതിന് ചിറകരിയപ്പെട്ട നിലയിൽ താഴെ വീണ് കിടക്കുകയാണ്. പറഞ്ഞു പോയാൽ ഒരുപാടുണ്ട്. പ്രിയപ്പെട്ടവരെ, കഷ്ടതയിലൂടെ കടന്നു പോകുന്ന ധാരാളം പേർ ഈ സന്ദേശത്തിന് കാതു കൊടുക്കുന്നുണ്ടാകാം. ഇത് കേട്ടുകൊണ്ടിരുന്ന് നെടുവേർപ്പെടുകയോ കണ്ണുനീരൊഴുക്കുകയോ ചെയ്യുന്നുണ്ടാകാം. എന്നാൽ എബ്രായ ലേഖന കർത്താവ് പറഞ്ഞ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് വരിക. നിങ്ങൾ കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ കുരിശിൽ കിടക്കുന്ന യേശുവിനെ നോക്കുക. അംഗപ്രത്യംഗം മുറിവേറ്റവനായി, ശിരസിൽ ഒരു മുൾക്കിരീടം ധരിച്ചവനായി, ഉഴവുചാൽ പോലെ ശരീരം കീറപ്പെട്ടവനായി, 2 കള്ളന്മാരുടെ മധ്യത്തിൽ ഒരു പെരുങ്കള്ളനെ പോലെ പരിഹാസിതനായി, ലോകത്തിൻ്റെ മുമ്പിൽ അപമാനിതനായി, രൂപഗുണം നഷ്ടപ്പെട്ടവനായി, കോമളത്വം നഷ്ടപ്പെട്ടവനായി, താടിമീശകൾ പറിച്ചെടുക്കപ്പെട്ടവനായി, കവിളത്ത് തല്ലുകൊണ്ടവനായി, പ്രിയപ്പെട്ടവരെ രക്തത്തിൽ മുങ്ങിക്കുളിച്ചവനായി കുരിശിൽ കിടക്കുന്ന യേശുവിനെ നോക്കുക. താൻ ചെയ്യാത്ത തെറ്റിനുള്ള ശിക്ഷയേറ്റവൻ, അവനെയാണ് കുരിശിൽ കാണുന്നത്. നമ്മിൽ ഒത്തിരി പേര് ചോദിക്കുന്നത്, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എനിക്കിത് സംഭവിച്ചത്? ഞാനൊരു കുറ്റവും ചെയ്തില്ലല്ലോ, ബാല്യകാലം മുതൽ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നല്ലോ, ഞാൻ വഴിതെറ്റി ജീവിച്ചിട്ടില്ലല്ലോ, ഞാൻ ദൈവാരാധന മുടക്കിയിട്ടില്ലല്ലോ, ഞാൻ ഒരിക്കലും അശുദ്ധയുള്ള ഇടങ്ങളിൽ പെട്ടുപോയിട്ടില്ലല്ലോ, ഞാൻ ദൈവത്തിന് എതിരായി ചിന്തിച്ചിട്ടില്ലല്ലോ, നടന്നിട്ടില്ലല്ലോ, പ്രവർത്തിച്ചിട്ടില്ലല്ലോ, എന്നിട്ടും എന്തേ എനിക്കിങ്ങനെ? ഒരു തെറ്റും ചെയ്യാത്തവൻ്റെ ശിക്ഷയാണ് കുരിശിൽ കാണുന്നത്. ആ കുരിശിലേക്ക് നോക്കുക. അവിടെ ഈ കുരിശിൽ കിടക്കുന്നവൻ നമ്മുടെ കഷ്ടതയിൽ നമ്മെ ശക്തിപ്പെടുത്തും. കുരിശിൽ നിന്നൊരു ശബ്ദം കേൾക്കാം, കുഞ്ഞെ, നീ നിരാശപ്പെട്ടു പോകണ്ട, നീ സഹിച്ചതിലും വലുത് സഹിച്ചവനാണ് ഞാൻ. നീ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ വേദനയും അതിൻ്റെ 1000 മടങ്ങ് ശക്തിയിൽ അറിഞ്ഞവനാണ് ഞാൻ. നിൻ്റെ മേൽ വരുന്ന എല്ലാ വേദനകളും ഞാൻ ബോധ്യപ്പെട്ടവനാണ്. നിൻ്റെ ഹൃദയവ്യഥയും എനിക്ക് മനസ്സിലാകും. എന്നെപ്പോലെ നിന്നെ മനസ്സിലാക്കാൻ ലോകത്ത് മറ്റൊരാൾക്കും കഴിയില്ല. നീ ആശ്വസിക്കുക, എനിക്ക് നിന്നെ മനസ്സിലാകും. ഞാൻ നിന്നെ കരുതിക്കൊള്ളാം. ഈ അനർത്ഥം അത് എന്നേക്കുമായിട്ടുള്ള അനർത്ഥമല്ല. ഈ അനർത്ഥത്തിനപ്പുറം ഒരു വലിയ പ്രകാശം നിന്നെ കാത്തിരിക്കുന്നുണ്ട്. രാത്രിയാകുമ്പോൾ നീ ഭയപ്പെടാതെ, ഒരു സൂര്യൻ ഉദിക്കാൻ സമയം വരും.
ഇത് കുറച്ചു നേരം കഴിയുമ്പോൾ ഇരുട്ട് മാറും, അപ്പുറത്തൊരു പ്രകാശമുണ്ട്. നീ കാത്തിരിക്കുക, കാത്തിരിക്കുക, നിരാശപ്പെട്ടു പോകല്ലേ എന്ന കുരിശിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കാൻ പറ്റും. പ്രിയപ്പെട്ടവരെ, ആശ്വാസത്തിൻ്റെ ശബ്ദം കുരിശിൽ നിന്നല്ലാതെ ലോകത്ത് മറ്റൊരിടത്തു നിന്നും കേൾക്കാൻ കഴിയില്ല. അതുകൊണ്ട് പ്രതിസന്ധിയിലാകുന്നവർ നിരാശപ്പെടല്ലേ, പ്രതിസന്ധിയിലാകുന്നവർ ജീവിതം അസ്തമിച്ചു പോയി എന്ന് പറയല്ലേ, പ്രതിസന്ധിയിലാകുന്നവർ ഇനി എനിക്ക് മുമ്പിൽ സാധ്യതകളില്ല എന്ന് സ്വയം വിധിക്കല്ലേ, പ്രതിസന്ധിയിലായവർ അന്തർമുഖരായി ചുരുണ്ടുകൂടല്ലേ, പ്രതിസന്ധിയിലായവർ നെഗറ്റീവ് ചിന്ത കൊണ്ട് മനസ്സ് കുത്തിനിറച്ചിട്ട് ചികിത്സയ്ക്കുള്ള സാധ്യത ഇല്ലാതെയാക്കല്ലേ. പോസിറ്റീവായിരിക്കുക. കുരിശിൽ കിടക്കുന്നവൻ എന്നെ മനസ്സിലാക്കുന്നുണ്ട്, കുരിശിൽ കിടക്കുന്നവൻ എന്നെ കാണുന്നുണ്ട്, കുരിശിൽ കിടക്കുന്നവൻ എന്നെ അറിയുന്നുണ്ട്, കുരിശേറിയവൻ എന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്, കുരിശിൽ കിടന്നെല്ലാം സഹിച്ചവൻ എന്നോട് പറയുന്നുണ്ട്, സാരമില്ല, ഞാനുണ്ട് നിൻ്റെ കൂടെ, ഞാൻ അറിഞ്ഞതാണ് നീ അറിയുന്നത്, ഞാൻ ബോധ്യപ്പെട്ടതാണ് നിനക്കിപ്പോൾ ബോധ്യപ്പെടുന്നത്, നീ എൻ്റെ കഷ്ടതയിൽ പങ്കുചേരുകയാണ്, അതുകൊണ്ട് ഞാൻ നിന്നോടും പങ്കുചേരുകയാണ്, നീ എൻ്റെ കഷ്ടതയിൽ പങ്കുചേരുകയാണ്, അതുകൊണ്ട് ഞാൻ നിന്നോടും പങ്കുചേരുകയാണ്. യേശു ക്രിസ്തുവിനോട് വർണ്ണിക്കാനാകാത്ത ഒരു പങ്കാളിത്തമാണ് കഷ്ടതയിലൂടെ കടന്നു പോകുന്നവർക്ക് ലഭ്യമാകുന്നത് എന്ന ഒരു മനോഹരമായ ധ്യാനവും ഇതോട് ചേർത്ത് വയ്ക്കേണ്ടതുണ്ട്. അപ്പോൾ തന്നെ വചനം വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, കഷ്ടങ്ങൾ കർത്താവിൻ്റെ ബാലശിക്ഷയാണെന്ന് എണ്ണിക്കൊള്ളണം. ഒരിക്കലും മുഷിയരുത്, ക്ഷീണിച്ചും മടുത്തും പോകരുത് എന്ന് 5-6 വാക്യങ്ങളിൽ എഴുതി വച്ചിട്ടുണ്ട്. ബാലശിക്ഷ, അച്ഛനാദ്യം പറഞ്ഞല്ലോ, ബാലശിക്ഷ ഒരു കുഞ്ഞും അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. ബാലശിക്ഷ അംഗീകരിച്ച കുഞ്ഞുങ്ങൾ എല്ലാവരും ഉന്നതങ്ങൾ കീഴടക്കിയിട്ടുണ്ട്. മാതാപിതാക്കളുടെ ശാസനയിലും ശിക്ഷയിലും മനസ്സ് പതറിപ്പോകാതെ, അവരോട് വൈരാഗ്യം വെച്ച് പുലർത്താതെ, അവരെ ശത്രുക്കളെന്ന് എണ്ണാതെ, ഇതെല്ലാം എൻ്റെ നന്മയ്ക്ക് വേണ്ടി സംഭവിച്ചതാണ്, അവർ ചെയ്തതാണെന്ന് ബോധ്യപ്പെട്ട്, മാതാപിതാക്കളുടെ ബാലശിക്ഷ എൻ്റെ ഉപകാരത്തിന് വേണ്ടി അവർ തന്ന സ്നേഹപ്രകടനമാണെന്ന് ബോധ്യപ്പെട്ട്, മാതാപിതാക്കളുടെ ചൊല്ലുവിളിക്ക് നിന്ന് അവരുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യീകരിക്കാൻ മനസ്സുറപ്പിച്ച മക്കൾ വിശ്വപുരുഷന്മാരായി, ലോകമറിയപ്പെടുന്ന നേതാക്കളായി മാറിയിട്ടുള്ളതാണ് ചരിത്രം. എന്നാൽ ബാലശിക്ഷ നിരസിക്കുകയും മാതാപിതാക്കളോട് മത്സരിക്കുകയും അവരെ ഭീഷണം പറയുകയും അവരെ കൊല്ലാൻ ശ്രമിക്കുകയും അവരെ വേട്ടയാടാൻ ശ്രമിക്കുകയും ചെയ്ത മക്കളെല്ലാം ക്രിമിനലുകളോ കൊലപാതകികളോ കുറ്റവാളികളോ ആയിട്ട് ഇപ്പോൾ ജയിലിൽ അന്തി ഉറങ്ങുന്നുണ്ടാകണം. ഒത്തിരി പേരുടെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. മാതാപിതാക്കൾ മക്കളെ ശിക്ഷിക്കുന്നത് മുഴുവനും സ്നേഹത്തിൽ നിന്ന് ഉടലെടുക്കുന്നതായ ഒരേ ഒരു താല്പര്യത്തിൽ നിന്നാണ്. മറിച്ച് വളരെ കിരാതമായി മക്കളെ ശിക്ഷിക്കുന്ന മാതാപിതാക്കളും ഈ കാലഘട്ടത്തിലുണ്ട്. അവരെ മാതാവെന്നോ പിതാവെന്നോ വിളിക്കുന്നത് മാതൃത്വത്തിനും പിതൃത്വത്തിനും അപമാനമായി വരും. സ്വന്തം കുഞ്ഞുങ്ങളെ മൃഗീയമായി പീഡിപ്പിക്കുന്ന, സ്വന്തം കുഞ്ഞുങ്ങളെ അതിഭയാനകമായി കഷ്ടപ്പെടുത്തുന്ന, അവരുടെ ജീവിതം തന്നെ താറുമാറാക്കുന്ന മാതാപിതാക്കളുള്ള കാലമാണിത്. ഒരുപക്ഷെ ഈ മാതാപിതാക്കൾ മാനോരോഗികളോ താളം തെറ്റിപ്പോയ മനസ്സിൻ്റെ ഉടമകളോ ഒക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ തികഞ്ഞ സ്വാർത്ഥരോ ഏറ്റവും വലിയ കുറ്റവാളികളോ ആയിരിക്കാം. അതൊരു ചെറിയ പറ്റമാണ്. എന്നാൽ ലോകത്തെ ബഹുഭൂരിപക്ഷം മാതാപിതാക്കളും മക്കളെ സ്നേഹിക്കുന്നവരും അതുകൊണ്ട് തന്നെ മക്കളെ ശാസിക്കുന്നവരും അവരെ ശിക്ഷിക്കുന്നവരും അവരിൽ നിന്ന് ഒരുപാട് പ്രതീക്ഷിക്കുന്നവരുമാണ്. വെറുതെ ഒരു ദിവസം ശിക്ഷ തുടങ്ങുകയല്ല, തങ്ങളുടെ ജീവനും ജീവിതവും മക്കൾക്ക് വേണ്ടി പകുത്തു കൊടുത്തിട്ടാണ്. ആ മക്കളെക്കുറിച്ച് ഉയർന്ന സ്വപ്നങ്ങൾ കണ്ടവരാണ്. മക്കൾ വഴിതെറ്റിപ്പോകുമ്പോൾ ആശങ്കയോടെ അവരെ ശാസിക്കുന്നതും ശിക്ഷിക്കുന്നതും. ഏറ്റവും കൂടുതൽ സ്നേഹിച്ച മാതാപിതാക്കളാണ് മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശിക്ഷിക്കുന്നത് എന്നുകൂടെ തിരിച്ചറിയണം. ഏറ്റവും കൂടുതൽ മക്കളെ സ്നേഹിച്ച മാതാപിതാക്കളാണ് മക്കൾ തെറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ബഹളമുണ്ടാക്കുന്നത് എന്ന് നാം ശ്രദ്ധിക്കണം. സ്നേഹത്തിനേറ്റ മുറിവിൽ നിന്നാണ് ഈ പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകുന്നത്. മക്കൾ പലപ്പോഴും മാതാപിതാക്കളുടെ സ്നേഹത്തിൻ്റെ ആഴം തിരിച്ചറിയുന്നില്ല. തികഞ്ഞ സ്വാർത്ഥതയോടെ മാതാപിതാക്കളെ നിരന്തരം മുറിപ്പെടുത്തുന്നുണ്ട് പല മക്കളും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തിരിച്ചറിയണം, നമ്മുടെ ജീവിതത്തിൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമുക്ക് വരുന്നതായ കുഞ്ഞു കുഞ്ഞു ശിക്ഷകൾ, ചെറിയ ചെറിയ പ്രയാസങ്ങൾ കർത്താവ് തരുന്ന ബാലശിക്ഷയായി കണക്ക് കൂട്ടിയാൽ മതി. നാം നിഗളിച്ചു പോകാതിരിക്കാൻ, സ്വയം മറന്നു പോകാതിരിക്കാൻ, മതിമറന്നിട്ട് ദൈവത്തോട് മത്സരിക്കാതിരിക്കാൻ, സ്വയം ദൈവമാക്കി തീർക്കാതിരിക്കാൻ സ്നേഹവാനായ ദൈവം നമുക്ക് തരുന്ന കുഞ്ഞു കുഞ്ഞു ഓർമ്മപ്പെടുത്തലുകളാണ്
നമ്മുടെ ജീവിതത്തിൽ വരുന്ന ബാലശിക്ഷകളെന്ന് നാം തിരിച്ചറിയണം. എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ഞാൻ ദൈവത്തെ മറക്കുമോ എന്ന് തോന്നുമ്പോഴെല്ലാം ദൈവം എനിക്ക് കുഞ്ഞു കുഞ്ഞു പ്രയാസങ്ങൾ തന്നിട്ടുള്ളത് ഞാൻ ഓർക്കുന്നുണ്ട്. അതിൽ ചില പ്രയാസങ്ങൾ ലോകം നോക്കിയപ്പോൾ അസഹ്യമായി തോന്നിയിട്ടുണ്ടാകാം. എന്നാൽ പ്രിയപ്പെട്ടവരെ, എനിക്കറിയാം അതും എൻ്റെ ദൈവം എനിക്ക് തന്ന വലിയ കരുതലായിരുന്നു എന്ന്. അതുകൊണ്ടാണ് ഇന്നും ഇങ്ങനെ നിന്ന് യേശുക്രിസ്തുവിന് വേണ്ടി സംസാരിപ്പാനും സ്വർഗരാജ്യത്തിൻ്റെ സുവിശേഷം പറയാനും എനിക്ക് കഴിയുന്നത്. ദൈവം ഇപ്പോഴും അവണ്ണം എൻ്റെ ജീവിതത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവമക്കളെ, അതുകൊണ്ട് പതറാതെ നിൽക്കുക. വീണ്ടും നാം ഇങ്ങനെ ചിന്തിക്കുക, ബാലശിക്ഷ സഹിക്കണം. മക്കളെ അപ്പൻ ശിക്ഷിക്കും. ശിക്ഷ കിട്ടുന്നവരൊക്കെ മക്കളാണ്. ആരെയെങ്കിലും തെറ്റ് ചെയ്യുന്നത് കണ്ടിട്ട് ശിക്ഷിക്കുന്നില്ലെങ്കിൽ അവർ ജാരസന്തതികളാണ് എന്ന് തിരിച്ചറിയണം. സ്വന്തം മക്കളെ മാത്രമേ ഏത് മാതാപിതാക്കളും ശിക്ഷിക്കുന്നുള്ളൂ. അന്യൻ്റെ മക്കളെ ആരും ശിക്ഷിക്കാൻ പോകില്ല. ദൈവം നമ്മെ ശിക്ഷിക്കുന്നുണ്ടെങ്കിൽ, ദൈവം നമ്മെ ശാസിക്കുന്നുണ്ടെങ്കിൽ, ദൈവം നമ്മെ ഞെരുക്കുന്നുണ്ടെങ്കിൽ, ദൈവം നമുക്ക് കഷ്ടത അനുവദിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ വേറെ ഒരു സത്യം കൂടെയുണ്ട്. അവൻ നമ്മളെ മക്കളായി അംഗീകരിച്ചിരിക്കുന്നു എന്ന വലിയ പരമാർത്ഥം. ആ അംഗീകാരം ചെറിയ അംഗീകാരമല്ല പ്രിയപ്പെട്ടവരെ. മക്കൾക്ക് മാത്രം ലഭിക്കുന്നതായ ഒരു ഇടപെടലാണ് ഈ ബാലശിക്ഷ എന്ന് പറയുന്നത്. അവൻ നമ്മെ ശിക്ഷിക്കുന്നില്ലെങ്കിൽ നാം ജാരസന്തതികളാണ് എന്നുള്ളത് വെളിപ്പെട്ടു വരുമെന്ന് ഓർക്കുക. ദൈവമക്കളെന്ന് പദവി പ്രാപിച്ചവർക്ക് ബാലശിക്ഷ കിട്ടുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ബാലശിക്ഷ കിട്ടുന്നവരൊക്കെ ദൈവമക്കളാണെന്നുള്ളത് ഉറപ്പാണ്. ആരെങ്കിലും ഇതിൽ നിന്ന് ഒഴിഞ്ഞിരിക്കുന്നുവെങ്കിൽ തൻ്റെ മക്കളുടെ പദവിയിൽ ദൈവം അവരെ പെടുത്തിയിട്ടില്ലെന്ന്, കഷ്ടത്തിലൂടെ കടന്നുപോയി സ്വയം ശോധന ചെയ്ത് തിരുത്തുവാൻ അവസരം ലഭിക്കാതെ പോകുന്നവരെല്ലാം ജാരസന്തതികളെപ്പോലെ മാറ്റി നിർത്തപ്പെട്ടവരാണെന്ന് ഞെട്ടലോടുകൂടിയാണ് നാം അത് തിരിച്ചറിയേണ്ടത് പ്രിയപ്പെട്ടവരെ. ചിലരെങ്കിലും പറയും, എനിക്കിതുവരെ ഒരു കഷ്ടവും വന്നിട്ടില്ല, ഒരു പ്രയാസവും വന്നിട്ടില്ല, ഒന്നിനെക്കുറിച്ച് സങ്കടപ്പെടാൻ ഇട വന്നിട്ടില്ല, ഒരിക്കലും കരയാനിട വന്നിട്ടില്ല. എങ്കിൽ ഓർക്കുക, നിന്നെ പുത്രസ്ഥാനത്ത് പുത്രീസ്ഥാനത്ത് ദൈവം സ്വീകരിച്ചിട്ടില്ല. നമ്മളെപ്പോഴും അന്വേഷിക്കുന്നത് ഈ കഷ്ടതയോ ദുരിതമോ വേദനയോ പീഡയോ പ്രയാസമോ ഒന്നുമില്ലാത്ത ഒരു ജീവിതമാണല്ലോ. അതുണ്ടായി കിട്ടാൻ വേണ്ടിയാണല്ലോ നാം നിരന്തരം ദൈവത്തെ പിന്തുടർന്ന് നിലവിളിക്കുന്നത്. അങ്ങനെയൊക്കെ ദൈവം നമ്മളെ കരുതുവാനും സംരക്ഷിക്കാനും വേണ്ടിയാണല്ലോ നാം ദൈവത്തെ പോലും ഉപയോഗിക്കുന്നതും പ്രാർത്ഥിക്കുന്നതുമൊക്കെ. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് ഒരു പുതിയ ദർശനം ഉണ്ടാകേണ്ടത്. എൻ്റെ ജീവിതത്തിൽ ബാലശിക്ഷ എനിക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പുത്രത്വത്തിൻ്റെ സ്ഥാനവും അവകാശവുമുണ്ട്. ബാലശിക്ഷ എനിക്ക് ലഭിക്കുന്നില്ല എങ്കിൽ ഞാൻ പുത്രസ്ഥാനത്തില്ല, പുത്രീ സ്ഥാനത്തില്ല, ജാരസന്തതിയെപ്പോലെ ഞാൻ പുറന്തള്ളപ്പെട്ടിരിക്കുന്നു എന്ന് ഓർക്കണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കഷ്ടപ്പെടുന്നവരാണ് ദൈവമക്കളുടെ പദവിയിലുള്ളവർ. പ്രയാസത്തിലൂടെ, രോഗങ്ങളിലൂടെ, കണ്ണുനീരിലൂടെയൊക്കെ കടന്നു പോകുന്നവരാണ് ദൈവമക്കളുടെ പദവിയിലുള്ളവർ. ദൈവത്തെ വിളിച്ചപേക്ഷിക്കുകയും ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവത്തെ ആരാധിക്കുകയും ചെയ്യുന്നവർ കൂട്ടത്തിൽ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരൊക്കെ ദൈവമക്കളുടെ പദവി അംഗീകരിക്കപ്പെട്ടവരാണ്. അല്ലാത്തവർ ദൈവമക്കളല്ലെന്നല്ല, ഒരു കഷ്ടവും എനിക്കില്ലെന്ന് നീളത്തോടെ പറയുമ്പോൾ ഓർക്കണം, നിൻ്റെ ജീവിതത്തിൽ ദൈവം ഒരുപക്ഷെ ഇടപെടുന്നില്ല. വിശുദ്ധിയിലും നന്മയിലും ദൈവസ്നേഹത്തിലുമൊക്കെ ജീവിക്കുന്നവർക്കാണ് എന്നും കഷ്ടം. പാപത്തിലും മദ്യപാനത്തിലും വ്യഭിചാരത്തിലും വെറുക്കൂത്തിലും അഹങ്കാരത്തിലും മത്സരത്തിലും നിഗളത്തിലും ജീവിക്കുന്നവർക്ക് കഷ്ടമില്ലെന്ന് ദൈവപക്ഷത്ത് നിൽക്കുന്നവർ നോക്കി അതാണ് നല്ല ജീവിതമെന്ന് പറയാൻ വരട്ടെ. അവർ മക്കളെന്ന് അംഗീകരിക്കപ്പെടാത്തത് കൊണ്ടാണ് അവരുടെ ജീവിതത്തിൽ ദൈവം ഇടപെടാത്തതും ബാലശിക്ഷ നൽകാത്തതും. നിങ്ങൾ മക്കളെന്ന് അംഗീകരിച്ചത് കൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നതും ബാലശിക്ഷ നൽകുന്നതും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മടുത്തു പോകരുത്. വീണ്ടും ലേഖനകർത്താവ് പറയുന്നുണ്ട്, പിതാക്കന്മാരുടെ ശിക്ഷ മക്കൾക്ക് ഗുണം ചെയ്തുവെങ്കിൽ ദൈവത്തിൻ്റെ ശിക്ഷ എത്രയധികം ഗുണം ചെയ്യുമെന്ന്. അതൊരു വലിയ സത്യമാണ് പ്രിയപ്പെട്ടവരെ. പിതാക്കന്മാരുടെ ശിക്ഷ മക്കൾക്ക് ഗുണം ചെയ്തു. ബാലശിക്ഷ അംഗീകരിച്ച് തെറ്റിൽ നിന്ന് തിരിച്ചു വന്ന് കീഴടങ്ങി നിന്ന മക്കളൊക്കെ ഉന്നതങ്ങളെ കീഴടക്കി എന്ന് മുൻപ് പറഞ്ഞിട്ടുണ്ടല്ലോ. ബാലശിക്ഷ അംഗീകരിച്ച് തിരുത്താൻ തയ്യാറായവരെല്ലാവരും വിജയം വരിച്ചിട്ടുണ്ട്. അതുപോലെ ദൈവത്തിൻ്റെ ബാലശിക്ഷ സഹിച്ചുകൊള്ളുന്നുവെങ്കിൽ അത് സഹിക്കുന്ന മക്കൾക്ക് അത് ഗുണമായിട്ട് വരും, ഉറപ്പാണ്. ദൈവം തരുന്ന ബാലശിക്ഷ അംഗീകരിക്കുന്നവരെയൊക്കെ അവൻ വിശുദ്ധ ഗണത്തിൽപ്പെടുത്തും. ചിലപ്പോൾ അവരെ ചില വരദാനങ്ങളാൽ നിറയ്ക്കും,
ചിലപ്പോൾ അവരെ ദൈവം ഉന്നതമായ സ്വർഗരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് അത്ഭുതകരമായി വിനിയോഗിക്കും. ലോകത്തെ ഏറ്റവും കൂടുതൽ ദൈവനാമത്തെ പ്രതി കഷ്ടം സഹിച്ചവരാണ് ലോകം കണ്ട ഏറ്റവും വലിയ വിശുദ്ധരെന്ന് നാം തിരിച്ചറിയണം. വിശുദ്ധന്മാരുടെ ജീവചരിത്രം പഠിക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. ഏറ്റവും അതികഠിനമായി പീഡിപ്പിക്കപ്പെട്ടവരാണ് ഏറ്റവും തീവ്ര വിശുദ്ധരായി ലോകം അംഗീകരിച്ചിട്ടുള്ളത്, ദൈവം അംഗീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് കഷ്ടത ജീവിതത്തിൽ ഒരിക്കലും നമ്മെ നിരാശപ്പെടുത്തേണ്ടതല്ല, പ്രത്യാശ കൊണ്ട് നമ്മെ നിറയ്ക്കേണ്ടതാണ്. ആകയാൽ എല്ലാ പിറുപിറുപ്പും പിന്മാറ്റവും വിട്ട് മടങ്ങുക. കഷ്ടതയെക്കുറിച്ച് പിറുപിറുക്കരുത്, നിരാശപ്പെടരുത്, പിന്മാറിപ്പോകരുത്. ദൈവപക്ഷത്തേക്ക് മടങ്ങുക. എന്നെ സ്നേഹിക്കുന്ന എൻ്റെ അപ്പൻ തൻ്റെ സ്നേഹത്തിൻ്റെ പ്രകടനമായി എനിക്ക് തന്നതാണ് ഈ ബാലശിക്ഷയെന്ന് അംഗീകരിച്ച്, നാഥ ദൈവമേ, എൻ്റെ പിതാവേ, നിനക്ക് നന്ദി എന്ന് ദൈവം തമ്പുരാനോട് പറവാൻ മാത്രം നാം വിശാലതപ്പെടണമെന്നാണ് ഇവിടെ പറഞ്ഞു വയ്ക്കുന്നത്. ദൈവസ്നേഹത്തിൻ്റെ ആഴമറിയുക, സഹനത്തിലൂടെ ശുദ്ധീകരണം പ്രാപിക്കുക. ദൈവസ്നേഹത്തിൻ്റെ ആഴമറിയുക, സഹനത്തിലൂടെ ശുദ്ധീകരണം പ്രാപിക്കുക. ഒരിക്കലും പ്രിയപ്പെട്ടവരെ ദൈവത്തെ വിട്ടു മാറരുത്. അളക്കാനാകാത്ത നന്മകൾ നാഥൻ ഒരുക്കി വച്ചിട്ടുണ്ട്, അത് പ്രാപിപ്പാൻ ഒരുങ്ങുവീൻ. ഇന്ന് കണ്ടതല്ല കാഴ്ച, കാണുവാനിരിക്കുന്നതാണ് കാഴ്ച. അതുകൊണ്ട് അളക്കാനാകാത്ത സൗഭാഗ്യങ്ങൾ ഒരുക്കി കാത്തിരിക്കുന്ന പ്രാണപ്രിയനാണ് ബാലശിക്ഷ നൽകുന്നതെങ്കിൽ മടികൂടാതെ, പെറുപിറുപ്പ് കൂടാതെ, പരാതി കൂടാതെ സ്വീകരിച്ചംഗീകരിച്ച് പ്രാണപ്രിയൻ്റെ പാദപീഠത്തിൽ അർപ്പണം ചെയ്ത് അവിടുത്തെ വരവിനായി കാത്തിരിക്കുക. തുടർന്ന് യാക്കോബ് ശ്ലീഹ എഴുതിയ ലേഖനം 1-ാം അധ്യായം 2, 3, 4 വാക്യങ്ങൾ ചേർത്ത് വയ്ക്കട്ടെ. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവീൻ. യാക്കോബ് ശ്ലീഹ പറഞ്ഞു, നിങ്ങൾ ശ്രദ്ധിക്കുക. 1-ാം അധ്യായത്തിൻ്റെ 2, 3 വാക്യങ്ങളാണ് കേട്ടത്. എൻ്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നുവെന്നറിഞ്ഞ് അത് അശേഷം സന്തോഷമെന്ന് എണ്ണുവീൻ. എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണരുമാകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ വണ്ണം പരീക്ഷകളും കഷ്ടങ്ങളുമൊക്കെ വരുമ്പോൾ അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധനയാണ്, അത് സ്ഥിരത ഉളവാക്കുന്നുവെന്ന് അറിഞ്ഞ് അംഗീകരിക്കണം. വീണ്ടും യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 12-ാമത്തെ തിരുവചനം കൂടെ ഇതോട് ചേർത്ത് വയ്ക്കട്ടെ. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും. അപ്പോൾ കഷ്ടതയ്ക്ക് പ്രതിഫലവും കൂടെ വാഗ്ദാനം ചെയ്യപ്പെട്ടിരിക്കുന്നു. ആ പ്രതിഫലം ഇവിടെ വെളിപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നു. പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ, അവൻ കൊള്ളാകുന്നവനായി തികഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ജീവകിരീടം പ്രാപിക്കും. പ്രിയപ്പെട്ടവരെ, പരീക്ഷ സഹിക്കുന്നത് ഒരു നഷ്ടമല്ല, അതൊരു വലിയ ലാഭമാണെന്നാണ് യാക്കോബ് ശ്ലീഹ പറഞ്ഞു വയ്ക്കുന്നത്. കർത്താവിനെ സ്നേഹിക്കുന്നവർക്ക് കൊടുക്കാൻ കർത്താവ് ജീവൻ്റെ കിരീടം പണിത് വച്ചിട്ടുണ്ട്. പരീക്ഷ സഹിക്കുന്ന മനുഷ്യർക്ക് കൊടുക്കുവാനാണത് വച്ചിരിക്കുന്നത്. സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വാടിപ്പോകല്ലേ, സഹനങ്ങൾക്കപ്പുറം ഒരു കിരീടം നിൻ്റെ ശിരസിനെ കാത്തിരിക്കുന്നുണ്ടെന്ന് ദൈവവചനം നമ്മെ ആഹ്വാനം ചെയ്യുമ്പോൾ നിരാശപ്പെടാതെ പരീക്ഷ സഹിക്കാൻ, സ്വയം ഒരുങ്ങുവാൻ ദൈവം ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് കഷ്ടങ്ങളെക്കുറിച്ചുള്ള നമ്മുടെ നിലപാട് മാറട്ടെ, ക്ലേശങ്ങൾ സഹിക്കാനുള്ള നമ്മുടെ മനോഭാവത്തിൽ മാറ്റം വരട്ടെ. ദൈവ മക്കളെന്ന പദവി ഉള്ളതുകൊണ്ട് ദൈവം തരുന്ന ബാലശിക്ഷയാണെന്ന് തിരിച്ചറിഞ്ഞ് ഇത് സഹിച്ച് തെളിഞ്ഞു വന്നാൽ ഒരു പ്രതിഫലം നമുക്ക് വേണ്ടി കാത്തുവയ്ക്കപ്പെട്ടിട്ടുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ് ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനും ഒരുങ്ങുവാനും സ്വയം ഒരുക്കുവാനും ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, അനുഗ്രഹീത നിമിഷങ്ങൾക്കായിട്ട് നന്ദി പറയുന്നു. പാദപീഠത്തിൽ തൻ്റെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് വളരെ സ്നേഹത്തോടെ
കഷ്ടത്തിലൂടെ, ക്ലേശങ്ങളിലൂടെ, കണ്ണുനീരിലൂടെ, ഭാരങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അത് ജീവിതത്തിലെ അവസാന നിമിഷമല്ല, അതിനപ്പുറവും ഒരു ജീവിതമുണ്ടെന്ന്, പരിശുദ്ധനായ ദൈവം നിന്നെ കാത്തിരിക്കുന്നു, പരീക്ഷകൾ അവൻ നിൻ്റെ കൂടെ ഉണ്ടെന്ന്, കുരിശിലെല്ലാം സഹിച്ചവന് ഏത് പീഡനവും മനസ്സിലാകുമെന്ന്, ഈ പരീക്ഷ സഹിച്ച് വിജയം വരിച്ചാൽ ജീവൻ്റെ കിരീടം കാത്തുവയ്ക്കപ്പെട്ടിട്ടുണ്ടെന്ന്, കർത്താവ് അത് തരുവാനായിട്ട് ഒരുങ്ങിയിരിക്കുകയാണെന്ന് ഞങ്ങളെ പഠിപ്പിച്ച ദൈവമേ, ഈ കേട്ട ചിന്ത ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ ആശ്വാസമായി, വലിയ സമാധാനമായി, വലിയ പ്രത്യാശയായി, വലിയ മുന്നൊരുക്കമായി തീരുവാൻ ഞങ്ങൾക്കിട വരുമാറാകണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. ഞങ്ങളങ്ങേക്കും ഞങ്ങളുടെ പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും തന്നെ. ആമേൻ. Money